നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഡൊമൈന്, റേഞ്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ ചില പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്യാം. ഇപ്പോൾ ഫൈൻഡ് സൈൻ ഇൻവേഴ്സ് സൈൻ 3π/5. നമ്മൾ ഇങ്ങനൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് = എക്സ്. എപ്പോഴാണ്? എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2. എക്സ് -π/2 π/2 എന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ ആണെങ്കിൽ നമുക്കറിയാം. നമ്മൾ സൈൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി സൈൻ എക്സിൻ്റെ ഡൊമൈനിനെ റെസ്ട്രിക്റ്റ് ചെയ്ത ഇൻ്റർവലാണത്. ഈ ഇൻ്റർവെല്ലിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്താണ് നമ്മൾ സൈൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ആ ഇൻ്റർവെല്ലിലാണ് എക്സ് വരുന്നത് എങ്കിൽ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ച ഫോമിൽ. ഇത് സൈൻ ഇൻവേഴ്സിനാണ്. കോസ് ഇൻവേഴ്സ് ആണെങ്കിൽ മാറും. കോസ് ഇൻവേഴ്സ് കോസ് എക്സ് = എക്സ് എന്ന് വരുന്നത് എപ്പോഴാണ്? അതപ്പോൾ നമ്മൾ അവിടെ എന്താ അറിയണം? കോസിനെ നമ്മൾ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി റെസ്ട്രിക്റ്റ് ചെയ്തത് 0π എന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലേക്ക്. അപ്പോൾ അവിടെയാണെങ്കിൽ എക്സ് എലമെൻ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0π എന്നായിരിക്കും ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് സൈൻ 3π/5 എന്ന്. അപ്പോൾ അവിടെ ഈ 3π/5 എന്ന വാല്യൂ ഒന്ന് പരിശോധിച്ച് നോക്കുക. അത് -π/2നും π/2നും ഇടയ്ക്കാണോ? π/2 എന്ന് പറഞ്ഞാൽ 1/2 π എന്നാണ്. ദാറ്റ് മീൻസ് 0.5 π ആണ്. അപ്പോൾ -0.5π + 0.5 π. പക്ഷേ 3π/5 എന്ന് പറഞ്ഞാൽ 3/5 π. 3/5 എന്ന് പറയുമ്പോൾ 0.6 വരും. 0.6 π അത് തീർച്ചയായും 0.5 πയേക്കാൾ വലുതാണ്. ദാറ്റ് മീൻസ് π/2നേക്കാൾ വലുതാണ് ഈ 3π/5. അല്ലെങ്കിൽ മറ്റൊരു രീതി ചിന്തിക്കാം. 3π/6 ആകുമ്പോഴാണ് π/2 ആകുന്നത്. അപ്പോൾ 3π/5 എന്ന് പറയുന്നത് തീർച്ചയായും അതിനേക്കാൾ വലുതായിരിക്കും. അപ്പോൾ ഈ ഇൻ്റർവെല്ലിനകത്തല്ല. ഈ ഇൻ്റർവെല്ലിനകത്താണെങ്കിൽ മാത്രമേ നമുക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് = എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 3π/5 = 3π/5 എന്ന് എഴുതിയാൽ അത് ആ പ്രിൻസിപ്പൽ വാല്യൂവിലല്ല. പ്രിൻസിപ്പൽ വാല്യൂ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എഴുതാത്തത്. പിന്നെ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂവിലേക്ക് മാറ്റണം. അതിന് ചെയ്യാൻ പോകുന്നത് ഇവിടെ 3π ആണ്, താഴെ 5 കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ 3πയെ 5π - 2π എന്നാകുന്ന 5π എടുക്കാൻ കാര്യം താഴെ ഡിനോമിനേറ്ററിൽ 5 ഉള്ളതുകൊണ്ട് 5ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന രീതിയിൽ എടുത്തത്. അപ്പോൾ ഇവിടെ 3π/7 എന്നായിരുന്നെങ്കിൽ നമ്മൾ ഈ 3πയെ 7π - 4π എന്നെഴുതിയേനെ. ഇവിടെ 7 ആയിരുന്നെങ്കിൽ 7 വരത്തക്ക രീതിയിൽ 7π - 4π എന്നെഴുതുമായിരുന്നു. അപ്പോൾ ഇവിടെ 5π ആയതുകൊണ്ടാണ് ഇതിനെ 5π - 2π. സൈൻ ഇൻവേഴ്സ് സൈൻ 5π - 2π/5π. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ a - b/x സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 5π/5π - 2 അതാണ് സൈൻ ഇൻവേഴ്സ് സൈൻ 5π/5π - 2π/5 5π/5 അല്ല 5π/5 - 2π/5. സോറി, ഇവിടെ 5π/5 എന്നാണ്. സൈൻ ഇൻവേഴ്സ് സൈൻ 5π - 2π/5. ദാറ്റ് മീൻസ് 5π/5 - 2π/5 എന്നാക്കി. 5π/5 മീൻസ് പൈ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ π - 2π/5 എന്ന് എഴുതി. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഒരു റിഡക്ഷൻ ഫോമുല, നമ്മൾ കുറേ റിഡക്ഷൻ ഫോമുലകൾ പഠിച്ചിട്ടുണ്ട്. π - θ, π + θ, 2π - θ, 2π + θ, അതുപോലെ π/2 - θ, π/2 + θ, 3π/2 - θ, 3π/2 + θയുടെയൊക്കെ റിഡക്ഷൻ ഫോമുല പഠിച്ചിട്ടുണ്ട്. ആ റിഡക്ഷൻ ഫോമുല അനുസരിച്ച് നമുക്ക് സൈൻ π - θ പറയാൻ പറ്റും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും റിഡക്ഷൻ ഫോമുല. πയോ 2πയോ വന്നാൽ ഫംഗ്ഷൻ മാറത്തില്ല, അതേ ഫംഗ്ഷൻ തന്നെ കിട്ടും. ഇപ്പോൾ π ആയതുകൊണ്ട് സൈൻ θ എന്ന് തന്നെ കിട്ടും. 2π ആണെങ്കിലും അങ്ങനെ തന്നെ കിട്ടും. പക്ഷേ π/2 ആണെങ്കിൽ മാറും. സൈൻ കോസായി കോസൈനായി മാറും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച റിഡക്ഷൻ ഫോമുല നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇനി π - θ എടുക്കുന്നത് എങ്ങനെ? ഇവിടെയാണ് 0 വരിക, ഇവിടെയാണ് π/2 വരിക, ഇവിടെയാണ് π വരിക. π മൈനസ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസിൽ പോകണം, പ്ലസ് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ പോകും. π - θ എന്ന്. അപ്പോൾ പൈന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങോട്ട് പോകണം. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവാണ്. അതുകൊണ്ട് സൈൻ π - θ സൈൻ θയാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിലെ റിഡക്ഷൻ ഫോമുലയിൽ പഠിച്ചൊരു കാര്യമാണ്. അത് ഇവിടെ ഉപയോഗമുണ്ട്. അപ്പോൾ എന്തോ ഉപയോഗം? ഇവിടെ നമുക്ക് ഇവിടെ കിട്ടിയത് സൈൻ π - 2π/5 എന്ന ഈ റിഡക്ഷൻ ഫോമുല ഉപയോഗിക്കുക. സൈൻ π - θ = സൈൻ θ. അപ്പോൾ സൈൻ π - 2π/5 സൈൻ π - θ സൈൻ θ. അപ്പോൾ സൈൻ 2π/5. അപ്പോൾ എന്ത് കിട്ടുന്നു? സൈൻ ഇൻവേഴ്സ് സൈൻ 2π/5 എന്ന് കിട്ടുന്നു. ഇനി പരിശോധിച്ച് നോക്കുക. ഈ 2π/5 എന്ന് പറയുന്നത് 2/5 മീൻസ് 0.4 π ആണ്. അത് π/2നേക്കാൾ ചെറുതാണ്. അപ്പോൾ അത് ഈ ഇൻ്റർവെല്ലിനകത്ത് വരും. ഈ 2π/5 എന്ന് പറയുന്നത് ഈ -π/2 π/2 എന്ന ഇൻ്റർവെല്ലിനകത്ത് വരും. അപ്പോൾ എന്ത് ചെയ്യാം?
ആ ഇൻ്റർവെലിനകത്ത് വന്നാൽ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഇസിക്കൽ എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ 2π/5 ഈസ് ഈക്വൽ ടു 2π/5 എന്ന് എഴുതാം. കാരണം അത് ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2ലാണ്. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടി. സൈൻ ഇൻവേഴ്സ് സൈൻ 3π/5 ഈസ് ഈക്വൽ ടു 2π/5. ഇതാണ് എൻ്റെ മെത്തേഡ്. അതായത് റിഡക്ഷൻ ഫോർമുലയുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു, ആ പറയുന്ന പ്രിൻസിപ്പൽ വാല്യൂ വരേണ്ടുന്ന ഒരു ഇൻ്റർവെൽ ഉണ്ടല്ലോ, ആ ഇൻ്റർവെല്ലിലേക്ക് മാറ്റിക്കൊണ്ട് വരികയാണ് ഇവിടെ ചെയ്തത്. ഇവിടെ ഈ സൈൻ ഇൻവേഴ്സിൻ്റെ സ്ഥാനത്ത് കോസ് ഇൻവേഴ്സ് ആയിരുന്നു. കോസ് ഇൻവേഴ്സ് കോസ് 3π/5 ആയിരുന്നെങ്കിൽ ഇതൊന്നും എഴുതണ്ട. കാരണം കോസ് ഇൻവേഴ്സ് ആണ് വരുന്നതെങ്കിൽ എക്സ് വരേണ്ടത് 0π എന്ന ഇൻ്റർവെല്ലിനകത്താണ്. 0π എന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ല. ഇത് 0ക്കും πയ്ക്കും ഇടയ്ക്കുള്ള വാല്യൂ ആണ് 3π/5. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ കോസ് ഇൻവേഴ്സ് കോസ് 3π/5 എന്നായിരുന്നെങ്കിൽ ഈ സ്റ്റെപ്പുകളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ഈക്വൽ ടു 3π/5 എന്ന് എഴുതാം. കാരണം കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ആവുന്നത് എക്സ് 0π എന്ന ഇൻ്റർവെല്ലിൽ വരുമ്പോഴാണ്. അപ്പോൾ ഓരോ ഫംഗ്ഷൻ്റെ ഇൻ്റർവെൽ ആ ഡൊമൈൻ പഠിച്ച് കോഡൊമൈൻ അത് പഠിച്ച് വെച്ച് ഓരോ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഇസിക്കൽ എക്സ്, കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഇസിക്കൽ എക്സ്, ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഇസിക്കൽ എക്സ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷേ അതിനെല്ലാത്തിനും ഓരോന്നിനും കണ്ടീഷൻസ് ഉണ്ട്. അത് ആ ഏത് ഡൊമൈനിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്താണ് അത് ആ ഫംഗ്ഷനെ ഇൻവെർട്ടിബിൾ ആക്കുന്നത് എന്നതനുസരിച്ചാണ് കണ്ടീഷൻ വരുന്നത്. അത് ഓർത്ത് വെച്ചാൽ മാത്രമേ ഈ പ്രോബ്ലം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ രണ്ട് മൂന്ന് പ്രോബ്ലം കൂടെ നമുക്കൊന്ന് ചെയ്യാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് സൈൻ ഇൻവേഴ്സ് സൈൻ 13π/4. ഇവിടെയും നോക്കുക സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ്. പക്ഷേ ആ എക്സ് 13π/4 ആണ്. അത് ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2ലല്ല. അപ്പോൾ ആ ഇൻ്റർവെല്ലിലേക്ക് മാറ്റണം. അതിന് നമ്മളെങ്ങനെ തുടങ്ങുന്നു? ആ സൈൻ ഇൻവേഴ്സ് സൈൻ 13π/4. ആ 13 താഴെ 4 ആണ് കാണുന്നത്. 4ൻ്റെ മൾട്ടിപ്പിൾ ഉപയോഗിച്ച് ഇതിനെ മാറ്റണം. അതുകൊണ്ട് 13π നമ്മൾ 12π + π എന്ന് എഴുതി. അപ്പോൾ സൈൻ 12π + π/4 എന്നാക്കി. അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാണ്? 12π/4 + π/4 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 12π/4 + π/4. 12π/4 മീൻസ് 3. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 3π + π/4 എന്ന് കിട്ടി. അവിടെ നമ്മൾ റിഡക്ഷൻ ഫോമിൽ ഉപയോഗിക്കുക. നമുക്ക് ആംഗിളിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടല്ലോ. ഇവിടെ നമ്മൾ ആംഗിൾ 0 ആണ്. ഇവിടെ എത്തുമ്പോൾ π/2 ആവും, ഇവിടെ എത്തുമ്പോൾ π ആവും, ഇവിടെ 3π/2 ആവും, തിരിച്ച് ഇവിടെ എത്തുമ്പോൾ 2π ആവും. ഒരു ഫുൾ റൊട്ടേഷൻ 2π ആണ്, ഒരു ഹാഫ് റൊട്ടേഷൻ π ആണ്. അപ്പോൾ ഇവിടെ 2π ആവും. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ കറങ്ങി ഇവിടെ എത്തുമ്പോൾ അത് 3π ആവും, തിരിച്ച് ഇവിടെ എത്തുമ്പോൾ അത് 4π, വീണ്ടും ഇവിടെ എത്തുമ്പോൾ 5π. അപ്പോൾ പൈയുടെ ഓട് മൾട്ടിപ്പിൾസ് എല്ലാം ഇവിടെ വരിക. 3π 5π 7π എല്ലാം ഇവിടെ വരിക. പൈയുടെ ഈവൻ മൾട്ടിപ്പിൾ 2π 4π ഇതെല്ലാം ഇവിടെ വരിക. അപ്പോൾ 3π എന്ന് പറയുന്നത് പൈയുടെ അതേ പൊസിഷൻ തന്നെ ആണ്. അതുകൊണ്ട് ഈ സൈൻ 3π + 4 എടുക്കുന്നതിന് പകരം സൈൻ π + π/4 എടുത്താൽ മതി. കാരണം 3πയുടെ എന്ന് പറയുന്നത് ആ പൈയുടെ അതേ പൊസിഷൻ തന്നെ ആയതുകൊണ്ടാണ് സൈൻ 3π + 4ന് പകരം സൈൻ π + π/4 എടുത്താൽ മതി. നമ്മൾ റിഡക്ഷൻ ഫോമിൽ അറിയാമല്ലോ, സൈൻ π + θ. ഇവിടെ അല്ലേ പൈ പ്ലസ് ആവും ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങോട്ട് വരും. തേർഡ് ക്വാഡ്രൻറ്റിൽ സൈൻ നെഗറ്റീവാണ്. അതുകൊണ്ട് സൈൻ π + θ = -sin θ ആണ്. ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ റിഡക്ഷൻ ഫോമുലയാണ് ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആ റിഡക്ഷൻ ഫോമുല ഒന്ന് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പോൾ സൈൻ π + θ -sin θ ആണ്. അപ്പോൾ സൈൻ 3π ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, 3π എന്ന് പറയുന്നത് പൈ തന്നെ ആയതുകൊണ്ട് ആ 3π + θ എന്നുള്ളത് π + θ ആയി തന്നെ എടുക്കാം. അപ്പോൾ അത് സൈൻ π + π/4 എന്ന ഫോം തന്നെ എടുക്കാം. അത് -sin θ ആണ്. അപ്പോൾ -sin π/4 എന്ന് വരും. സൈൻ ഇൻവേഴ്സ് ഓഫ് -sin π/4. പക്ഷെ അങ്ങനെ വന്നാൽ പോരല്ലോ, നമുക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന ഫോം വരണം. അതിന് ഈ -sin π/4നെ വീണ്ടും മാറ്റണം. എങ്ങനെ മാറ്റണം? -sin θ എന്ന് പറയുന്നത് സൈൻ -θ ആണ്. -sin θ സൈൻ -θ ആണ്. അപ്പോൾ അതനുസരിച്ച് ഇതിനെ വീണ്ടും മാറ്റുകയാണ്. -sin π/4നെ സൈൻ -π/4 എന്നാക്കി. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ -π/4. ഇത്രയും ചെയ്തപ്പോൾ ഉണ്ടായ മാറ്റം എന്താ? നമ്മുടെ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ്, അതിലെ എക്സ് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2ലായിരിക്കണം എന്നാണ് പറഞ്ഞത്. കാരണം അങ്ങനെ ആയാലേ അത് പ്രിൻസിപ്പൽ വാല്യൂ ആവത്തുള്ളൂ. ഇവിടെ എല്ലാം പ്രിൻസിപ്പൽ വാല്യൂ ആണ് എഴുതേണ്ടത്. പ്രിൻസിപ്പൽ വാല്യൂ എന്ന ടേം ഉപയോഗിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഫൈൻഡ് ദ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് പ്രിൻസിപ്പൽ വാല്യൂ തന്നെയാണ്. ആ ടേം പലപ്പോഴും ഉപയോഗിക്കത്തില്ല. ചിലപ്പോൾ ചോദിക്കും ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ എന്ന്. അപ്പോൾ ഇത്തരം പ്രോബ്ലങ്ങളെല്ലാം ശ്രദ്ധിച്ചോളാം. പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയില്ല. സൈൻ ഇൻവേഴ്സിൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞാൽ അത് പ്രിൻസിപ്പൽ വാല്യൂ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ -π/4 എന്ന് കിട്ടി. ഈ -π/4 നോക്കിയേ, അത് -π/2 π/2 എന്ന ഇൻ്റർവെല്ലിലുള്ളതാണ്.
അതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഇസിക്കൽ എക്സ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ -π/4 ഈക്വൽ ടു -π/4 എന്ന് കിട്ടി. അത് ഈ ഇൻ്റർവെല്ലിൽ ഉള്ളതാണ്. ഇവിടെ നമ്മൾ തന്നിരുന്ന ക്വസ്റ്റ്യനിൽ സൈൻ ഇൻവേഴ്സ് സൈൻ 13π/4 ആ 13π/4 ഈ ഇൻ്റർവെല്ലിലുള്ളതല്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ രൂപത്തിലേക്ക് അതിനെ മാറ്റേണ്ടി വന്നത്. ഇത് സൈൻ ഇൻവേഴ്സ് സൈനിന് പകരം കോസ് ഇൻവേഴ്സ് കോസ് ആണെങ്കിൽ വ്യത്യാസം വരും. കാരണം കോസ് ഇൻവേഴ്സ് ആകുമ്പോൾ ഇതിനെ നമ്മൾ മാറ്റേണ്ടത് -π/2 π/2ലേക്കല്ല, പിന്നെയോ 0π എന്ന ഇൻ്റർവെല്ലിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ അതനുസരിച്ച് പ്രോബ്ലം ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ടാവും. കോസ് ഇൻവേഴ്സിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് കോസ് ഇൻവേഴ്സ് കോസ് 7π/6. ഇവിടെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ എന്നാണ്. ആ പ്രിൻസിപ്പൽ വാല്യൂ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എങ്കിലും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കോസ് ഇൻവേഴ്സ് കോസ് 7π/6 നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഇസിക്കൽ എക്സ് എപ്പോഴാണ്? എക്സ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0πയിൽ വരുമ്പോഴാണ്. എന്താ അങ്ങനെ വരാൻ കാരണം? നമ്മൾ കോസ് എക്സ് എന്ന ഫംഗ്ഷനെ ഇൻവെർട്ടിബിൾ ആക്കുന്നത് അതിനെ 0πയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഇസിക്കൽ എക്സ് എന്ന് വരണമെങ്കിൽ എക്സ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0πയിലായിരിക്കണം. ഇവിടെ നോക്കിയാൽ കോസ് ഇൻവേഴ്സ് കോസ് 7π/6 7π/6 പൈയേക്കാൾ വലുതാണ്. കാരണം 7/6 എന്ന് പറയുമ്പോൾ അത് 1നേക്കാൾ വലുതല്ലേ. അപ്പോൾ 1നേക്കാൾ വലിയ നമ്പർ ഇൻറ്റു പൈ എന്ന തീർച്ചയായിട്ടും പൈയേക്കാൾ വലിയ വാല്യൂ ആണ്. അപ്പോൾ ഈ 0π എന്ന ഇൻ്റർവെല്ലിൽ വരില്ല. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ 7π/6നെ നമ്മൾ 7πയെ നമ്മൾ 6π+π എന്ന് എഴുതാം. 6π എഴുതാൻ കാര്യം താഴെ 6 കണ്ടതുകൊണ്ട് ആ 6ൻ്റെ മൾട്ടിപ്പിൾ ഉപയോഗിച്ച് എഴുതാണ്. 6π+π/6 എന്ന് എഴുതി. ദെൻ അതിനെ ആ 6π+π/6നെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 6π/6 + π/6 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് 6π/6 + π/6 എന്നായി. ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് കോസ് 6π/6 എന്ന് പറയുമ്പോൾ പൈ ആയി. പൈ + π/6 കോസ് ഇൻവേഴ്സ് കോസ് പൈ + π/6 എന്നായി. അപ്പോൾ നമ്മൾ ഡിഡക്ഷൻ ഫോർമുലയിലേക്ക് പോവുകയാണ്. കോസ് പൈ + θ പൈ ആണ്. റിഡക്ഷൻ ഫോർമുലയിൽ പൈ വന്നാൽ ഫംഗ്ഷൻ മാറില്ല, സെയിം ഫംഗ്ഷൻ. അപ്പോൾ കോസ് തീറ്റ തന്നെ കിട്ടും. പക്ഷേ പൈ + ഇവിടെയാണ് പൈ + θ. പ്ലസ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ പോകണം, തേർഡ് ക്വാഡ്രൻറ്റിൽ വരും. തേർഡ് ക്വാഡ്രൻറ്റിൽ കോസ് നെഗറ്റീവാണ്. അപ്പോൾ കോസ് പൈ + θ മൈനസ് കോസ് തീറ്റയാണ്. അത് ഉപയോഗിക്കുകയാണ്. കോസ് പൈ + π/6ലാണ് നമ്മൾ നേരത്തെ നിർത്തിയത്. കോസ് പൈ + θ മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ കോസ് പൈ + π/6 മൈനസ് കോസ് π/6 ആയി. അപ്പോൾ കോസ് ഇൻവേഴ്സ് മൈനസ് കോസ് π/6 എന്നായി. പക്ഷേ അങ്ങനെ പോരാ. കാരണം കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഇത് വന്നാലേ പറ്റൂ. അപ്പോൾ ഇവിടെ അങ്ങനെ അല്ലല്ലോ വന്നേക്കുന്നത്. കോസ് ഇൻവേഴ്സ് മൈനസ് കോസ്. അപ്പോൾ മൈനസ് കോസിനെ വീണ്ടും കോസിലേക്ക് മാറ്റണം, മൈനസ് മാറ്റണം. എങ്ങനെ മാറ്റും? അവിടെയാണ് നമ്മൾ വീണ്ടും റിഡക്ഷൻ ഫോമിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ കോസ് പൈ + θ മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞല്ലോ. അതുപോലെ കോസ് π - θ മൈനസ് കോസ് തീറ്റയാണ്. പൈ - θ മൈനസ് നമ്മൾ ക്ലോക്ക് വൈസിൽ പോകണം. ഇങ്ങോട്ട് പോകും. പൈ മൈനസ് ആകുമ്പോൾ ഇങ്ങോട്ട് പോകും, ക്ലോക്ക് വൈസിൽ പോകും. ഫസ്റ്റ് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോസ് നെഗറ്റീവാണ്. അപ്പോൾ കോസ് പൈ - θയും മൈനസ് കോസ് തീറ്റയായി. അപ്പോൾ മൈനസ് കോസ് തീറ്റയായി നമുക്ക് കോസ് പൈ + θ എന്ന് എഴുതാൻ പറ്റും, കോസ് പൈ - θ എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ഞാൻ ആ മൈനസ് കോസ് തീറ്റയായ കോസ് പൈ - θ എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇവിടെ നമ്മൾ ആദ്യം കോസ് പൈ + θ മൈനസ് കോസ് തീറ്റ ഉപയോഗിച്ച് കോസ് പൈ + π/6 കോസ് പൈ + θ ഇസിക്കൽ ടു മൈനസ് കോസ് തീറ്റ ഉപയോഗിച്ചിട്ട് കോസ് പൈ + π/6നെ നമ്മൾ മൈനസ് കോസ് π/6 എന്ന് എഴുതി. എന്നിട്ട് അതിനെ വീണ്ടും നമ്മൾ കോസ് പൈ - θ മൈനസ് കോസ് തീറ്റ ഉപയോഗിക്കുക. അതെന്തായിരിക്കും ഇവിടെ പൈ + θ അതിനെ ഇങ്ങനെ റിഡക്ഷൻ ഫോർമുല വെച്ച് മൈനസ് കോസ് π/6 ആക്കിയിട്ട് വീണ്ടും നമ്മൾ എന്തിനായി കോസ് പൈ - θ എന്ന് എഴുതുന്നത്? അതിൻ്റെ കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഇസിക്കൽ എക്സ് എന്ന് വരണമെങ്കിൽ എക്സ് 0π എന്ന ഇൻ്റർവെല്ലിലായിരിക്കണം, എന്നാലേ വരത്തുള്ളൂ. അപ്പോൾ അത് പൈ - θ ഉപയോഗിക്കുമ്പോഴാണല്ലോ. പൈ - θ എന്ന് പറയുമ്പോൾ അത് പൈയേക്കാൾ ചെറിയ വാല്യൂ ആവും. പൈ + θ എന്ന് പറയുമ്പോൾ അത് പൈയേക്കാൾ വലിയ വാല്യൂ ആവും. അപ്പോൾ ആ പൈയേക്കാൾ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈ - θയുടെ റിഡക്ഷൻ ഫോർമുല ഉപയോഗിച്ചത്. അപ്പോൾ ഈ മൈനസ് കോസ് π/6 എന്ന് പറയുന്നത് കോസ് പൈ - π/6 എന്നാവും. റിഡക്ഷൻ ഫോർമുല ഉപയോഗിച്ചതാണ്. മൈനസ് കോസ് തീറ്റ ഇസിക്കൽ ടു കോസ് പൈ - θ. ഈ പൈ - π/6നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 6π - π. അപ്പോൾ 5π കോസ് 5π/6 ആവും. കോസ് ഇൻവേഴ്സ് കോസ് 5π/6 എന്ന് വരും. നോക്കിയേ, 5π/6 5/6 1നേക്കാൾ ചെറിയ നമ്പറാണ്. അപ്പോൾ 5/6 എന്നാണ്. അപ്പോൾ തീർച്ചയായും അത് പൈയേക്കാൾ ചെറുതായിരിക്കും. ദാറ്റ് മീൻസ് 0യ്ക്കും പൈക്കും ഇടയ്ക്കായിരിക്കും. ക്ലോസ്ഡ് ഇൻ്റർവൽ 0πയിലായിരിക്കും.
കോസ്റ്റ് ഇൻ്റർവൽ 0 പൈയിലാണ് വരുന്നതെങ്കിൽ കോസ് ഇൻവേഴ്സ് കോസ് എക്സിന് എക്സ് എന്ന് എഴുതാം. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് 5π/6 = 5π/6 എന്ന് എഴുതാൻ പറ്റും. എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 π. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പ്രിൻസിപ്പൽ വാല്യൂ എവിടെ വരുന്നു എന്ന് നോക്കിയിട്ടാണ് ക്രമീകരിക്കുന്നത്. സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ അത് -π/2നും π/2നും ഇടയ്ക്ക് കൊണ്ടുവരണം. കോസ് ഇൻവേഴ്സ് ആണെങ്കിൽ അതിനെ 0യ്ക്കും πയ്ക്കും ഇടയ്ക്കാണ് കൊണ്ടുവരേണ്ടത്. ടാൻ ഇൻവേഴ്സ് ആണെങ്കിലും -π/2നും π/2നും ഇടയ്ക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആ ഓരോ ഇൻവേഴ്സ് ഫംഗ്ഷനുകളുടെയും പ്രിൻസിപ്പൽ വാല്യൂസ് അറിയണം. പ്രിൻസിപ്പൽ വാല്യൂസ് അറിയണമെങ്കിൽ നമുക്കതിനെ ഇൻവേഴ്സിബിൾ ആക്കാൻ വേണ്ടി ഏത് ഇൻ്റർവെല്ലിലേക്കാണ് ഡൊമൈൻ ചുരുക്കിയത് എന്നുള്ളത് പഠിച്ചിരിക്കണം. ആ തിയറി നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ അതനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇതേ ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് സൈൻ ആണെങ്കിൽ നമ്മൾ ശ്രമിക്കുന്നത് എങ്ങനെയായിരിക്കും? -π/2നും π/2നും ഇടയ്ക്ക് കൊണ്ടുവരാനായിരിക്കും ശ്രമിക്കുക. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി റിഡക്ഷൻ ഫോർമുലകളുടെ സഹായമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു 1-2 ക്വസ്റ്റ്യന് കൂടി ഇതുപോലത്തെ നമുക്കൊന്ന് ചെയ്യാം. ഫൈൻഡ് കോസ് ഇൻവേഴ്സ് കോസ് 13π/6. ഇവിടെയും ഓർക്കേണ്ടത് നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞതാണ്. കോസ് ഇൻവേഴ്സ് കോസ് x x എന്ന് എഴുതണമെങ്കിൽ എക്സ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 പൈയിലായിരിക്കണം. അല്ലല്ലോ 13π/6 കാണുമ്പോൾ തന്നെ അറിയാം. 13/6 എന്ന് പറയുമ്പോൾ 2-നേക്കാൾ വലിയ നമ്പറാണ്. 12/6 ആകുമ്പോൾ 2 ആവുന്നത്. അപ്പോൾ 2-നേക്കാൾ വലിയ നമ്പർ, അത് മീൻസ് 2πയേക്കാൾ വലുതാണ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് x x നമ്മൾ എഴുതാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിനെ 0യ്ക്കും πയ്ക്കും ഇടയ്ക്ക് കൊണ്ടുവരണം. അതിന് 13 അല്ലേ മേളിൽ കാണുന്നത്, താഴെ 6 കാണുന്നത്. 6ൻ്റെ മൾട്ടിപ്പിളാണ് 12 എന്ന് നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ 13πയെ നമ്മൾ 12π+π എന്നാക്കുന്നു. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് 12π+π/6 എന്നായി. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. 12π/6 + π/6. 12π/6 2π. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് 2π + π/6 എന്നായി. 2π + π/6 കോസ് 2π + θ. 2π + θ റിഡക്ഷൻ ഫോമിൽ എപ്പോഴും അതേ വാല്യൂ തന്നെ കിട്ടും. കോസ് ആയാലും സൈൻ ആയാലും എന്തായാലും. അപ്പോൾ കോസ് 2π + θ = കോസ് θ. അത് ഓർത്തോളണം. 2π + θ റിഡക്ഷൻ ഫോമിൽ സെയിം ഫംഗ്ഷൻ തന്നെയാണ്, സെയിം പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ കോസ് 2π + θ കോസ് θയാണ്. അപ്പോൾ കോസ് 2π + π/6 ഈസ് കോസ് π/6. അപ്പോൾ എന്ത് കിട്ടി? കോസ് ഇൻവേഴ്സ് കോസ് π/6. π/6 എന്ന് പറയുന്നത് 0യ്ക്കും πയ്ക്കും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് x തന്നെ വരും. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് π/6 = π/6 ആണ്. ഇറ്റ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 π. അപ്പോൾ ഇത്തരം പ്രോബ്ലങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. കോസ് ഇൻവേഴ്സ് ആണെങ്കിൽ 0യ്ക്കും πയ്ക്കും ഇടയ്ക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ -π/2നും π/2നും ഇടയ്ക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലാക്കി വേണം ഇത് ചെയ്യേണ്ടത്. നമുക്കൊരു ടാൻ ഇൻവേഴ്സിൻ്റെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. ഫൈൻഡ് ടാൻ ഇൻവേഴ്സ് ടാൻ 5π/6. ടാൻ ഇൻവേഴ്സിൻ്റെ നമുക്ക് ഓർമ്മയുണ്ടാവും. ടാൻ എക്സിനെ ഇൻവെർട്ടിബിൾ ആക്കാൻ വേണ്ടി അത് ഓപ്പൺ ഇൻ്റർവെൽ -π/2 π/2ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്താണ് നമ്മൾ ടാൻ എക്സിനെ ഇൻവെർട്ടിബിൾ ആക്കിയത്. അതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് ടാൻ x x എന്ന് വരണമെങ്കിൽ ഇഫ് x ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ -π/2 π/2. സൈൻ ഇൻവേഴ്സിൻ്റെത് ക്ലോസ്ഡ് ഇൻ്റർവെലായിരുന്നു. പക്ഷേ ടാൻ ഇൻവേഴ്സ് വരുമ്പോൾ ഓപ്പൺ ഇൻ്റർവെലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ടാൻ ഇൻവേഴ്സ് ടാൻ 5π/6 = ടാൻ ഇൻവേഴ്സ് ടാൻ ആ 5πയെ നമുക്ക് 6π - π എന്ന് എഴുതാം അല്ലേ? ആ 6 വന്നെങ്ങനെ? താഴെ 6 കണ്ടതുകൊണ്ട് 6ൻ്റെ മൾട്ടിപ്പിൾ വെച്ച് എഴുതിയതാണ്. അങ്ങനെയാണ് 6π - π എന്ന് എഴുതിയത്. ആ 6π - π അതിന് /6 എന്നാണ്. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാണ്? 6π/6 - π/6 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 6π/6 ആവും π ആവും. അപ്പോൾ അത് ടാൻ ഇൻവേഴ്സ് ടാൻ π - π/6 എന്നാവും. ടാൻ π - π/6 വീണ്ടും റിഡക്ഷൻ ഫോമിലേക്ക് പോവുകയാണ്. ടാൻ π - θ = -tan θ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച റിഡക്ഷൻ ഫോമുലയാണ്, അറിയാമായിരിക്കുമല്ലോ. π - θ ഇവിടെയാണ് π - θ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ടാൻ നെഗറ്റീവാണ്. അപ്പോൾ ടാൻ π - θ -tan θ. അപ്പോൾ ടാൻ π - π/6 ടാൻ π - θ -tan θ. അപ്പോൾ ടാൻ π - 6 ടാൻ π/6 എന്ന് വരും. നമുക്ക് ഇങ്ങനെ വന്നാൽ പോരാ. ടാൻ ഇൻവേഴ്സ് ടാൻ θ എന്ന ഫോമാണ് വരേണ്ടത്. ഇവിടെ ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് -tan θ ഫോമാണ് വന്നത്. അപ്പോൾ -tan നെ +tan ആക്കി മാറ്റണം. അതിന് വീണ്ടും നമ്മൾ ഉപയോഗിക്കുകയാണ്
മൈനസ് ടാൻ തീറ്റയായ ടാൻ മൈനസ് തീറ്റ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളാം, ടാൻ പൈ മൈനസ് തീറ്റയും മൈനസ് ടാൻ തീറ്റയാണ്, ടാൻ മൈനസ് തീറ്റയും മൈനസ് ടാൻ തീറ്റയാണ്, രണ്ടും മൈനസ് ടാൻ തീറ്റ. നമ്മൾ ആദ്യം ചെയ്തത് ഈ ടാൻ പൈ മൈനസ് തീറ്റ, അതിന് നമ്മൾ മൈനസ് ടാൻ തീറ്റ എന്ന് എഴുതി. പക്ഷേ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ മൈനസ് ടാൻ തീറ്റ നമ്മൾ ടാൻ മൈനസ് തീറ്റ എന്ന് എഴുതി. എന്താ അതിൻ്റെ കാരണം? കാരണം അങ്ങനെ എഴുതിയാലേ നമുക്ക് ആ വാല്യൂ -π/2നും π/2നും ഇടയ്ക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് ടാൻ π/6 എന്നുള്ളത് ടാൻ മൈനസ് തീറ്റ, ദാറ്റ് മീൻസ് ടാൻ മൈനസ് π/6. ഇപ്പം നോക്കിയേ, ഈ -π/6 എന്ന് പറയുന്നത് -π/2നും +π/2നും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ്, ആ എക്സ് -π/2നും π/2നും ഇടയ്ക്കാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സിന് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ -π/6നെ നമുക്ക് -π/6 എന്ന് എഴുതാം. ഇറ്റ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ -π/2 π/2. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് മനസ്സിലായി കാണും. ഈ 3 ടൈപ്പ് പ്രോബ്ലവും മനസ്സിലായി കാണും. ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൈൻ ഇൻവേഴ്സ് സൈൻ അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് കോസ് അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് ടാൻ, ഈ ഫോമുല വരുമ്പോൾ അതാത് ഫംഗ്ഷനുകളുടെ പ്രിൻസിപ്പൽ വാല്യൂ മനസ്സിലാക്കിയിട്ട് ആ ഇൻ്റർവെല്ലിലേക്ക് ഇതിനെ മാറ്റിയെടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. അതിന് സഹായകരമായ രീതിയിലുള്ള റിഡക്ഷൻ ഫോമുലകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഇൻ്റർവെൽസ് പഠിച്ച് വെക്കണം. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ്, അത് എക്സ് എന്ന് വരണമെങ്കിൽ -π/2 π/2 എന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ വന്നാലേ വരുള്ളൂ. കോസ് ഇൻവേഴ്സ് കോസ് എക്സ്, അത് എക്സ് എന്ന് വരണമെങ്കിൽ അത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0πയിൽ, ആ കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ആണത്, അവിടെ വന്നാലേ പറ്റുള്ളൂ. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് വരണമെങ്കിൽ ആ എക്സ് ഓപ്പൺ ഇൻ്റർവെൽ -π/2 π/2 വന്നാലേ പറ്റുള്ളൂ. നമ്മൾ ആ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പഠിച്ച സമയത്ത് അതെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതൊരു റിമാർക്കായിട്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് പഠിച്ച് വെക്കണം. വെച്ചാൽ മാത്രമേ നമുക്കിത് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ കഴിയുള്ളൂ.